കൊലയാളി പച്ചക്കറികൾ നെറ്റിച്ചുളിക്കേണ്ട അവരെക്കുറിച്ചാണ് ഞാൻ ഇന്ന് എൻ്റെ വീഡിയോയിൽ പറയുന്നത്. നമ്മളുടെ വീട്ടിലും തൊടിയിലും ഉണ്ടാക്കുന്നതും കൃഷി ചെയ്യുന്നതുമായ പല പച്ചക്കറികളും പല രോഗങ്ങൾക്കും ഗുണത്തിൽ കൂടുതൽ ദോഷമായി ഭവിക്കാറുണ്ട്. അതേക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. വെൽക്കം ബാക്ക് ടു അജീസ് ക്രിയേഷൻ. ഞാൻ ഇന്ന് ഇവിടെ പറയുന്ന കാര്യങ്ങൾ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും വളരെ ഫെമിലർ ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ അല്ലാത്തവർക്കും മറന്നുപോയവർക്കും ഉപകാരപ്രദം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനിവിടെ പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ അസുഖങ്ങൾ ഉണ്ടാകുന്നത് എപ്പോഴാണ്? നമ്മുടെ രോഗപ്രതിരോധ ശക്തി കുറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഡൗൺ ആകുമ്പോൾ. അപ്പോൾ അങ്ങനെ ഉള്ളൊരവസ്ഥയിലോട്ട് വരാതിരിക്കാനായിട്ട്, അതായത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു ടിപ്സ് ഞാനിപ്പോൾ നിങ്ങളോട് പറയാം. നമ്മളെല്ലാവരും ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സ്പൈസസ് ആണ് മഞ്ഞൾ അല്ലെങ്കിൽ ടർമറിക്. അതിന് ലോകവ്യാപകമായി കിട്ടിയിരിക്കുന്ന ഒരു റെപ്യൂട്ടേഷൻ വളരെ അധികമാണ്. അത് ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, ആൻറ്റി ക്യാൻസറസ് ആണ്, അങ്ങനെ എല്ലാ തരത്തിലും ഉപകാരപ്രദമായ ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഒരു സ്പൈസസ് ആണ്. അപ്പോൾ ആ സ്പൈസസ് നമുക്കെല്ലാവർക്കും പരിചിതമായ മഞ്ഞൾ ഉപയോഗിച്ച് നമ്മുടെ ശരീരത്ത് ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ഞാനിപ്പോൾ ആദ്യം ഈ നെഗറ്റീവ് തിങ് ഒക്കെ പറയുന്നതിന് മുമ്പ് പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഞാൻ ഈ പറയുന്ന മഞ്ഞളും അതുപോലുള്ള സ്പൈസസും പച്ചക്കറികളും ഒക്കെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ കഴിവതും വിഷമില്ലാത്ത പച്ചക്കറികൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്തതോ അല്ലെങ്കിൽ നമ്മൾക്കറിയാവുന്നവരോട് അധികം വിഷം ചേർത്ത് ഉണ്ടാക്കിയതല്ല എന്ന് ബോധ്യമുള്ളവരോടോ അറിയാവുന്ന കർഷകരോടോ ഇച്ചിരി പൈസ കൂടുതൽ കൊടുത്താണെങ്കിലും വാങ്ങി ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. രാവിലെ ഒരു 1/2 സ്പൂൺ ഓർഗാനിക് ടർമറിക് പൗഡർ, അതിൻ്റെ കൂടെ ഒരു പിഞ്ച്, ഒരു ടൈനി ബിറ്റ് ബ്ലാക്ക് പെപ്പർ. കാരണം ബ്ലാക്ക് പെപ്പർ ഉപയോഗിച്ചാലേ ഉള്ളൂ മഞ്ഞളിൻ്റെ അബ്സോർബേഷൻ കൂടുള്ളൂ. പിന്നെ ഒരു 1/2 സ്പൂണ് ഹണി. ഇത് മൂന്നും കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കുക. ഇത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യും, കോൾഡ് ഉണ്ടാകാതിരിക്കും, അലർജിക്ക് നല്ലതാണ്. അപ്പോൾ ചിലരെങ്കിലും ചോദിക്കും, ഞങ്ങൾ ഡയബറ്റിക് അല്ലേ, ഞങ്ങൾക്കിത് ഉപയോഗിക്കാമോ? ബിക്കോസ് അതിനകത്ത് ഹണി ഉണ്ടല്ലോ. കഴിക്കുക, കുഴപ്പമൊന്നുമില്ല. രാവിലെ ഇത് കഴിക്കുക. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഷുഗറിനുള്ള, അതായത് ഡയബറ്റിക്കിനുള്ള മെഡിസിൻ കൂടി അങ്ങ് കഴിച്ചേക്കുക. ഇനി രണ്ടാമത്തെ ടിപ്സ്, വൈറ്റമിൻ ഡി. ഇപ്പോൾ ഒരുമാതിരി എല്ലാവർക്കും കുറവുള്ള ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി പ്രിസ്ക്രിപ്ഷനായും അല്ലാതെയും നടന്നും വെയിൽ കൊണ്ടും ഒക്കെ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ മറന്നുപോയ ഒരു ചെറിയ ടിപ്സ് ഓർപ്പിക്കുകയാണ്. വൈറ്റമിൻ ഡി എടുക്കുമ്പോൾ നമ്മുടെ ശരീരത്ത് അത് അബ്സോർബ് ആകണമെങ്കിൽ ലിറ്റിൽ ബിറ്റ് ഫാറ്റ് അതിൻ്റെ കൂടെ ഉണ്ടാവണം. അതായത് ഒരു മുട്ട, അല്ലെങ്കിൽ ഇച്ചിരി ചീസ്, ഒരു അവക്കാഡോ, ഇത് ഏതെങ്കിലും കഴിച്ചിട്ട് പ്രിസ്ക്രിപ്ഷനോ ഓവർ ദ കൗണ്ടറോ വൈറ്റമിൻ ഡി പിൽസ് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡി അത് അക്സെപ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ വെയിലത്ത് നടന്ന് വൈറ്റമിൻ ഡി
ഉണ്ടാക്കുവാനായിട്ട് ശ്രമിക്കുന്നവരും മനസ്സിലാക്കുക. ശരീരത്ത് അതിൻ്റെ ഗുണം കിട്ടണമെങ്കിൽ അതിൻ്റെ കൂടെ ഇച്ചിരി ഫാറ്റി തിങ് നമ്മൾ കഴിച്ചിരിക്കണം. ഡയാലിസിസ്, അതായത് കിഡ്നിക്ക് ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസ് എടുക്കാൻ പാടില്ലാത്ത പച്ചക്കറികളെക്കുറിച്ച് ഒന്ന് പറയാം. റാഡിഷ്, ബീട്രൂട്ട്, സ്പിനാച്ച്, ഗ്രീൻ പീസ്, ഗ്രീൻ ബീൻസ്, ലെറ്റസ്, ഇങ്ങനെയുള്ള മിക്കവാറും പച്ചക്കറികൾ അവർക്ക് എടുക്കാൻ പാടില്ല. അതെടുത്തു കഴിഞ്ഞാൽ അത് കൊലയാളിയായി മാറും. ഇപ്പോൾ വളരെ കോമൺ ആയിട്ടുള്ള ഒരു അസുഖമാണ് തൈറോയ്ഡ്. തൈറോയ്ഡ് രോഗമുള്ളവർ എടുക്കാൻ പാടില്ലാത്ത കുറേ പച്ചക്കറികളുണ്ട്. അതേക്കുറിച്ച് അവർ അവെയർ ആയിരിക്കണം. കാബേജ്, കോളിഫ്ലവർ, ബ്രോക്കോളി, സ്പിനാച്ച്, കെയിൽ, ഇങ്ങനെയുള്ള പല പച്ചക്കറികളും അവർ എടുക്കാൻ പാടില്ല. അത് അവരുടെ മെഡിസിനെ അഫക്റ്റ് ചെയ്യും. അവരെടുക്കുന്ന മെഡിസിൻ ശരീരത്തിന് പ്രയോജനം ചെയ്യില്ല. എൻ്റെ പഴയ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ സ്വയം ചികിത്സിക്കുന്നതിന് മുമ്പ്, സ്വയം ട്രീറ്റ് ചെയ്യുന്നതിന് മുമ്പ്, സ്വയം ഡയറ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഡോക്ടറെ കാണണം. ഡോക്ടർ നിങ്ങളുടെ ബ്ലഡ് വർക്കും പ്രസൻറ്റ് സിറ്റുവേഷനും അറിഞ്ഞ്, നമ്മുടെ ഡയഗ്നോസിസ് അറിഞ്ഞ് വേണം ഡയറ്റും എക്സസൈസും എല്ലാം തീരുമാനിക്കാൻ. ഇനി ജോയിൻറ്റിന് നീര്, വേദന ഇവയൊക്കെ ഉള്ളവർ ബേസിക്കലി ഒരു പ്രായം കഴിഞ്ഞാൽ എല്ലാവർക്കും ചെറിയ തോതിലോ വലിയ തോതിലോ അതുണ്ടാകാറുണ്ട്. അങ്ങനെയുള്ളവർ ഉപയോഗിക്കാൻ പാടില്ലാത്ത പച്ചക്കറികളാണ് എഗ് പ്ലാന്റ്, ബെൽ പെപ്പർ, ടൊമാറ്റോ, പൊട്ടറ്റോ, പയറുവർഗ്ഗങ്ങൾ ഇവയൊക്കെ നമ്മൾ ഉപേക്ഷിക്കണം. ഇനി ഉപയോഗിക്കാൻ പാടില്ലാത്ത പച്ചക്കറികളെക്കുറിച്ചും അതിൻ്റെ ലിസ്റ്റും അടുത്ത വീഡിയോയിൽ ഞാൻ ബാക്കി പറയാം. ഡയറ്റ് നോക്കുന്നവർ പ്രത്യേകിച്ച് പച്ചക്കറികൾ പിക്ക് ചെയ്യുന്നവർ ഇതിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. Stay tuned for the next video. Thank you for watching my video.